the question x is equal to 0, 1, 1, 1, 0, y is equal to 1, 1, 0, 0, 1 are two 5-bit binary numbers represented in 2's complementary format. The sum of x and y represented by 2's complementary format using 6-bit is. എല്ലാവർക്കും കിട്ടിയോ? എന്തു പറയുന്നു സുജിത? സി എങ്ങനെ? y is negative. Yes, y is negative ആണ്. അതുകൊണ്ട് യെസ് 2's complementary is 0, 0, 1, 1, 1. അതും ശരിയാണ്. അതുകൊണ്ട് പറയൂ സുജിത. സുജിത വാല്യൂ കണ്ടുപിടിച്ചാണ് ചെയ്തത്. പറഞ്ഞേ സുജിത വാല്യൂ കണ്ടുപിടിച്ചാണോ ചെയ്തത്? ഡെസിമലി വാല്യൂ കണ്ടുപിടിച്ചിട്ടാണോ ചെയ്തത്? എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞേ. യെസ് അങ്ങനെയാണെങ്കിൽ പറയാം. ഒരു മിനിറ്റ്. ഇവിടെ ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ പറയുകയാണെങ്കിൽ 0, 1, 1, 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 14 ആണ്. അടുത്ത y ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞാൽ 1, 1, 0, 1 എന്ന് പറഞ്ഞാൽ -7 ആണ്. കാരണം ഇതിന്റെ 2's complementary എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ 1 അതുപോലെ തന്നെ എഴുതി 2 1 വരും. ശരിയല്ലേ? ബാക്കിയെല്ലാം 0 ആയിപ്പോകും. അതെന്ന് പറഞ്ഞാൽ -7 ആണ്. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്താൽ +7 കിട്ടും. അപ്പോൾ വാല്യൂ ഇത് വരും നമുക്ക് വേണം പറയാം. ആ രീതിയിൽ +7 ആണെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. അതാണ് ഈ സി പറയാൻ കാരണം. ഇനിയും നമ്മൾ നമ്മുടെ 2's complementary ഫോർമാറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം. 0, 1, 1, 0 പ്ലസ് 1, 1, 0, 0, 1 1 ആഡ് ചെയ്തു 1 ആഡ് ചെയ്തു ഇത് 0 കിട്ടി, ഇതും 0 കിട്ടി, 1 വന്നു. അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് എൻഡ് ഓഫ് ക്യാരി ആണ്. അത് നെഗ്ലക്റ്റ് എന്ന് പറയാം 2's complementary ഫോർമാറ്റ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് എന്ത് പറ്റി? 0, 0, 1, 1, 1. എല്ലാവർക്കും ക്ലിയർ ആണോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, എൻഡ് ഓഫ് ക്യാരി അപ്പുറത്തോട്ട് വെച്ചിട്ട് 6-bit ആക്കി പറയാനുള്ള പരിപാടി നമുക്കില്ല. നമ്മൾ എന്താ പറഞ്ഞു വരുന്നത്? ഈ പറഞ്ഞു വരുന്ന നമ്മുടെ എൻഡ് ഓഫ് ക്യാരി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ക്ലിയർ ആകുന്നുണ്ട് പറഞ്ഞു വരുന്നത്? പറയൂ. 2's complementary ഫോർമാറ്റിൽ എൻഡ് ഓഫ് ക്യാരി നമ്മൾ എന്ത് ചെയ്യും? നെഗ്ലക്റ്റ് ചെയ്യും. എല്ലാവർക്കും ഓക്കെ ആണോ ഇത്? പറയൂ. യെസ്. ഈ പറഞ്ഞു വന്ന നമ്പർ എടുത്ത് ചെയ്താലും ഒരു വ്യത്യാസവും വരില്ല. അതും കൃത്യമായിട്ട് കിട്ടും. യെസ് 1, 1, 0, 0, 1 1, 0, 0, 1 1, 1, 1, 0, 0, 1. 2's complementary ആണെങ്കിൽ നമ്പർ ഏതായിരിക്കും എന്ന് ചോദിച്ചത്. യെസ്, എല്ലാവരും കേട്ടുന്നുണ്ട് അല്ലേ? വൺ 1, 0, 1 എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ ആദ്യത്തെ ബിറ്റ് 1 ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആണെന്ന് കിട്ടി. ഇതിന്റെ 2's complementary കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞു വന്ന ആദ്യത്തെ ബിറ്റ് അതേപോലെ തന്നെ എഴുതി 1 ആകുന്നിടം വരെ അതേപോലെ എഴുതണം അറിയാം. 1 എഴുതി, അതിനുശേഷം എല്ലാം നമുക്ക് എന്ത് എഴുതാം? കോംപ്ലിമെന്ററി ആയിട്ട് എഴുതാം. അപ്പോൾ ഇതേതാ വാല്യൂ? -7. ഇതേപോലെ തന്നെയാണ് 1, 0, 0, 1. അവിടെയും ആദ്യത്തെ ബിറ്റ് നെഗറ്റീവ് ആണ്. അതിന്റെ 1's complementary എഴുതില്ല, 2's complementary എഴുതിയാൽ 0, 1, 1, 0 1 എന്ന് കിട്ടും. ഈ 1 അതുപോലെ തന്നെ എഴുതി, ബാക്കിയെല്ലാം കോംപ്ലിമെന്ററി ആയിട്ട് എഴുതി. അപ്പോൾ വീണ്ടും അത് കിട്ടി -7 തന്നെ കിട്ടി.
ക്ലിയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ തന്നെ MSB വീണ്ടും വീണ്ടും 1 ആഡ് ചെയ്താലും നെഗറ്റീവ് സംഖ്യ ആയതുകൊണ്ട് സെയിം തന്നെ കിട്ടുള്ളൂ. വാല്യൂ എന്തായിരിക്കും? -7 ആയിരിക്കും. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? നമുക്കെന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. എല്ലാവർക്കും എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ടാണ്. ഓക്കെ അല്ലേ? നമ്മുടെ സെക്കൻഡ് എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതായിരുന്നു. നമ്പർ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ n വേരിയബിൾ ഈസ് ഈക്വൽ ടു. പറഞ്ഞ ആൻസർ എന്തായിരിക്കും? നമ്പർ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ n വേരിയബിൾസ് ഈസ് ഈക്വൽ ടു. The number of Boolean function that can be generated by n variables is equal to. എന്തായിരിക്കും ആൻസർ? ആദ്യം ഒരു കാര്യം പറയുമോ? എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ആ വേരിയബിളിന് എത്ര ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? അത് വെച്ച് എത്ര ഇക്വേഷൻ ബൂളിയൻ ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കാന്ന് ചോദിക്കുന്നത്. ആരും മിണ്ടുന്നില്ലല്ലോ. പറഞ്ഞേ. നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു ഒറ്റ വേരിയബിൾ, ആ വേരിയബിൾ വെച്ചിട്ട് എത്ര ബൂളിയൻ ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? എത്ര ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? പറയൂ. നിങ്ങളാരും എന്താ മിണ്ടാത്തെ? 2 അതെങ്ങനെ? ഏതൊക്കെയാ അത് പറഞ്ഞ്? ആദ്യം ഇത് പറഞ്ഞ്, ഇതിന്റെ ആൻസർ പറഞ്ഞ്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന എക്സ്പ്രഷൻസ്. സ്വപ്ന ഏതൊക്കെയാ രണ്ടെണ്ണം പറഞ്ഞത്? 2n 2n. ഓക്കെ, 2n ആകുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. ശരിയല്ലേ? അതെങ്ങനെ കിട്ടി സംഗീതയ്ക്ക് പറഞ്ഞ്? നമ്മളിപ്പോ പറഞ്ഞു വരുന്ന എക്സ് വേരിയബിൾ ആണെങ്കിൽ ഏതൊക്കെയാണ് കിട്ടാവുന്ന ഇക്വേഷൻസ്? പറയൂ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമ്പർ ഓഫ് ബൂളിയൻ ഫങ്ഷൻസ് ആണ് that can be generated by n variables is equal to 2n. പറയൂ, എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ ആ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഈ 2n അപ്ലൈ ചെയ്താൽ നമുക്ക് 4 എക്സ്പ്രഷൻ കിട്ടണം. ഏതൊക്കെയാണെന്ന് പറയാമോ? എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് നമ്മൾ എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതി വെച്ചാണെങ്കിൽ 4 എക്സ്പ്രഷൻ കിട്ടണം. ഹൗ? അല്ലെങ്കിൽ ഏതൊക്കെയാണത്? ഒറ്റ വേരിയബിളിന്റെ കാര്യമായി. ബാക്കി അപ്പം തന്നെ നമുക്ക് ബാക്കി മനസ്സിലാക്കിക്കോളൂ. പറഞ്ഞേ. നമ്പർ ഓഫ് ബൂളിയൻ ഫങ്ഷൻസ് ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ n വേരിയബിൾസ് ഈസ് ഈക്വൽ ടു. ഒറ്റ വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞൊരു ഒറ്റ വേരിയബിൾ, ആ വേരിയബിൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ബൂളിയൻ ഫങ്ഷൻസ്. ആരും മിണ്ടുന്നില്ലല്ലോ, എന്ത് പറ്റി? യെസ്.
അങ്ങനെ തന്നെയാണ് എക്സ് ബാർ എക്സ് ഒരു പേര് ഇത് ഇക്വേഷൻ ആണ്, എക്സ് ബാർ ഒരു ഇക്വേഷൻ ആണ്, എക്സ് ബാർ ഒരു ഇക്വേഷൻ ആണ്, എക്സ് പ്ലസ് എക്സ് ബാർ വേറെ ഏതെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പറഞ്ഞേ വേറെ ഏതെങ്കിലും വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഇക്വേഷൻ എന്ത് വരും? 2 raised to n